തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു രണ്ടുപേര്. പെട്ടെന്ന് ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിൽ കടന്നു വന്നു. അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടി അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. രണ്ടുപേരിൽ ഒരുവൻ അവൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. കാരണം ഞാനിപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വരികയല്ലേ, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ ഞാൻ ഭയപ്പെടുന്നത് എന്തിനാ? അവൻ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പട്ടിയോട് സ്നേഹത്തോടെ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കാതെ പോവുക. അതിനുശേഷം അവൻ മുന്നോട്ട് നടന്നു നീങ്ങി. എന്നാൽ അവൻ്റെ കൂടെ യാത്ര ചെയ്തവനെ കാണാനില്ലാതായി. അല്പം കഴിഞ്ഞ് തിരിച്ചറിയുന്നത് അവൻ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ ഉള്ളിൽ സ്വീകരിച്ച ക്രിസ്തു സാന്നിധ്യം മറന്ന് അവൻ അവിടം വിട്ട് ഭയന്ന് ഓടി മാനസിക സമ്മർദ്ദത്തിനടിമപ്പെട്ട് മാനസിക രോഗിയായിട്ട് മാറി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ യേശുവുമായൊരു ആഴമായൊരു ബന്ധമുണ്ടെന്ന് പറയുകയും പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ നമ്മൾ വിസ്മരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കടന്നുപോയ രണ്ടുപേരിൽ ഒരുവന് അവൻ മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ട് അവൻ സുബോധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കാരണമായത് അവൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ അവൻ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കാതെ പോയതുകൊണ്ടാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അവിടുന്ന് പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യം നമ്മളെപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുവോ, അതിൽ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നുവോ, അപ്പോഴാണ് നമ്മൾ പരീക്ഷകളിൽ പരാജയപ്പെടുന്നത്. നിൻ്റെ ജീവിതത്തിലെ ഏത് അവസ്ഥകളിലും നിനക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിലെ ക്രിസ്തു നീ തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പ്രാർത്ഥിക്കുകയും കൂദാശകളിൽ പങ്കെടുക്കുകയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യും. പലപ്പോഴും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നിരാശയ്ക്കും കുറ്റബോധത്തിനും ഭയത്തിനും അടിമപ്പെടുന്നു. ഈ ദിനത്തിൽ ഈ തിന്മകളിൽ അടിമപ്പെടാതിരിക്കുവാൻ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.